ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പക്ഷെ ഉമറിന്റെ അടുത്ത് പോകും പേടിയാകും. അങ്ങനെ 2 വർഷം എടുത്തു ആ കാര്യം എന്ത് ചെയ്യാന്, ചോദിക്കാൻ വേണ്ടിയിട്ട്. 2 വർഷം എടുത്തു. ഒരുപാട് തവണ ശ്രമിച്ചു. പക്ഷേ പേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഗാംഭീര്യം, ആ ബഹുമാനവും ആദരവും മൂലം, ആ ഭയം കാരണത്താൽ അദ്ദേഹം 2 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. സഹിയായി വന്ന സംഗതിയാണ് അത്. അപ്പോ അവരുടെ ആ സംസാരമൊക്കെ എടുത്ത് അത്ഭുതപ്പെട്ടു, ഇവർക്ക് എന്തോ ഹക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അവര് സൂറത്തു താഹയുടെ ആദ്യത്തെ ഭാഗം ഓതാൻ അവസരം കൊടുത്തു. കുളിച്ചതിന് ശേഷം അതാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണമായിട്ട് വന്നതെന്ന് ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം റിവായത്തുകൾ വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഈ റിവായത്ത് ദുർബലമാണെന്നുള്ളത് ഉലമാക്കൾ ഏകോപിച്ചുള്ള കാര്യമാണ്. അത് ദുർബലമായിട്ടുള്ള, അത് നമുക്ക് പറയാൻ പാടില്ലാത്ത സംഗതിയാണ്. ചരിത്രത്തിൽ പഠിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഷെയ്ഖാണ് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ അൽ ഖമീസ് വഫഖഹുല്ലാഹ്. അദ്ദേഹം പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും സഹീഹായിട്ടുള്ള റിവായത്ത്, അദ്ദേഹം കഅബയുടെ സാഹത്തിൽ വെച്ച്, കഅബയുടെ മുറ്റത്തില് വെച്ചിട്ട്, ഫിനായിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖൗലു ഷാഇർ, ഇത് കവിയുടെ വചനമാണെന്ന്. അപ്പോ റസൂലുള്ളാഹി ഓതുന്ന അടുത്ത ആയത്ത് എന്താണ്? വമാ ഹുവ ബിഖൗലി ഷാഇർ, ഇത് കവിയുടെ വചനമേ അല്ല. പിന്നെ പറയുന്ന കാഹിൻ എന്നാണ് പറയുന്നത്, ജോത്സ്യനാണ് എന്ന് പറയും ഉമർ. അപ്പോ അടുത്ത ആയത്ത് വന്ന് വലാ ബിഖൗലി കാഹിൻ, ഈ തരത്തിലാണ്, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അത് ജോത്സ്യന്റെ വചനമല്ല എന്ന് കേൾക്കും. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അത് പിടികൂടുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം. ഇതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാത്രം പറയുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം, അറബികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള സ്ഥാനം എവിടെയാണ്? അദ്ദേഹം അംബാസിഡർ ആയിരുന്നു, മക്കയിലെ അറബികളുടെ അംബാസിഡർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തെ അത് നഷ്ടപ്പെടുമോ? അദ്ദേഹത്തെ ആദരിക്കുന്നത്, ജനങ്ങൾ ആദരിക്കുന്നുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദുരഭിമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു ജാഹിലിയ്യത്തില്. അതാണ് അദ്ദേഹത്തെ പിന്തിപ്പിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ സ്ഥിരപ്പെട്ട കാര്യമാണെന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക ബി അബി ജഹ്ലിൻ ഔ ബി ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവേ, അബൂജഹൽ അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇവർ 2 പേരിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് നീ അള്ളാഹുവിന്റെ ദീൻ, നിന്റെ ദീനെ നീ ശക്തിപ്പെടുത്തണമേ, പ്രതാപം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദുആന്റെ ഉത്തരമായിട്ടാണ് എന്ത് ചെയ്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസില് സ്ഥിരപ്പെട്ട സംഗതിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണം എന്ന് പറഞ്ഞാല് പിന്നീടുള്ള മുഴുവൻ ചരിത്രത്തെയും മാറ്റി എഴുതി. ലോക ഭൂപടം തന്നെ മാറ്റി വരയ്ക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് അല്ലേ? കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒരുപാട് ഫുതുഹാത്തുകൾ, ഇറാഖ്, അതുപോലെ പേർഷ്യ, അതുപോലെ ഷാം എന്ന് പറഞ്ഞാൽ ധാരാളം രാജ്യങ്ങൾ അടങ്ങുന്ന വലിയ ഒരു പ്രവിശ്യക്കാണ് ഷാം എന്ന് പറയുന്നത് അല്ലേ? ഫലസ്തീന്, സിറിയ, ലബ്നാൻ, ജോർദാന്, ഇങ്ങനെ അതുപോലെ തുർക്കിയുടെ ഒരുപാട് ഭാഗങ്ങളൊക്കെ അടങ്ങുന്ന വലിയൊരു പ്രദേശമാണെന്ത്, ഷാം എന്ന് പറയുന്നത്. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ബൈത്തുൽ മഖ്ദിസ്. അതാദ്യമായിട്ട് ഇസ്ലാമിന്റെ കയ്യിലേക്ക് വരുന്നത് ആരുടെ കാലത്താണ്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. ഈ തരത്തിൽ ലോക ഭൂപടത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഉമർ റളിയല്ലാഹുവിന് കാരണമായിട്ട്. മാത്രമല്ല ഈ തരത്തിൽ ഇസ്ലാമിന്റെ അവസ്ഥ തന്നെ പൂർണ്ണമായിട്ട് മാറുകയാണ്.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ സിൽന അഇസ്സതൻ മുൻദു അസ്ലമ ഉമർ. ഇമാം ബുഖാരി തഅലീഖായിട്ട് സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നമ്മള് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സമയം മുതൽ ഞങ്ങൾ എന്തായിരുന്നു, അങ്ങേയറ്റം പ്രതാപികളായി തീർന്നു. മറ്റൊരു റിവായത്തിൽ എന്താണ്, ഇന്ന കുന്ന അസില്ലതൻ ഇല അൻ അസ്ലമ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നവരെ ഞങ്ങളെല്ലാവരും നിന്ദരന്മാരായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അഅസ്സനല്ലാഹു ബി ഉമർ, ഞങ്ങളെ ഉമറിനെ കൊണ്ട് അള്ളാഹു പ്രതാപം നൽകി എന്നാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ഇസ്ലാമ ഉമർ കാന ഫത്ഹൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം അതൊരു ഇസ്ലാമിനുള്ള വിജയമായിരുന്നു. അത് വഇന്ന ഹിജ്റതഹു കാന നസ്റൻ, അദ്ദേഹത്തിന്റെ ഹിജ്റ അത് ഇസ്ലാമിനുള്ള സഹായമായിരുന്നു. വഇന്ന ഇമാറതഹു കാനത് റഹ്മ, അദ്ദേഹത്തിന്റെ അധികാരം, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് അത് ഈ ഉമ്മത്തിന് മുഴുവൻ റഹ്മത്തായിരുന്നു. വലഖദ് കുന്ന വമാ നുസല്ലി ഇൻദൽ കഅബ ഹത്താ അസ്ലമ ഉമർ. ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കഅബത്തിന്റെ അടുത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ. ഫലമ്മ അസ്ലമ ഉമർ ഖാതല ഖുറൈശൻ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഖുറൈശികളോട് യുദ്ധം ചെയ്തു. ഹത്താ സല്ല ഇൻദൽ കഅബ, അങ്ങനെ കഅബയുടെ മുറ്റത്ത് വെച്ച് നമസ്കരിച്ചു. വസല്ലൈന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളും നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ തരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ ചരിത്രത്തിൽ വലിയൊരു ചലനമൊന്നും ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും ചരിത്രത്തെ മാറ്റി എഴുതുകയുണ്ടായിട്ടുണ്ട്. ശരി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ഫുതൂഹാത്തുകൾ ദിവസങ്ങളോളം വിശദീകരിക്കാൻ, അദ്ദേഹത്തിന്റെ രാജ്യങ്ങൾ കീഴടക്കപ്പെട്ടത് ഓരോ ദിവസങ്ങളോളം വിശദീകരിക്കാനുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം, അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ സമ്പത്ത് വ്യവസ്ഥ, അതിന്റെ വരവും ചെലവും, അതെല്ലാം വിശദമായി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്ത് വന്നിട്ടുള്ള വലിയ അസ്മത്തുകൾ, വലിയ കാലവിപത്തുകൾ, അതാണ് ഷാമില് മൊത്തം പിടിപെട്ടിട്ടുള്ള വലിയ പ്ലേഗ്, ലക്ഷങ്ങൾ അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആമുർ റമാദ, ക്ഷേമത്തിന്റെ വർഷം, അതിലും ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി. അതെല്ലാം അതിജീവിക്കുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ ശക്തമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിന്റെ വിശാലമായ അറിവ് കാരണത്താലും തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽപ്പെട്ടതാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയതും അതുപോലെ തന്നെ ഖുർആൻ ക്രോഡീകരണം. അത് ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്താണെങ്കിൽ കൂടെ അതിന് ഏറ്റവും മുൻകൈയെടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഹിമായത്തുഹു ലി ജനാബി തൗഹീദ്, തൗഹീദിന്റെ അതിർവരമ്പുകൾ അദ്ദേഹം സംരക്ഷിച്ച് നിർത്തിയതിനെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെ പുകഴ്ത്തി വന്നിട്ടുള്ള വിഷയമാണത്. അതിലൊന്നാമത്തേതാണ് അദ്ദേഹം ഹജർ അസ്വദിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. عن عابس بن ربيعة عن عمر رضي الله عنه أنه جاء إلى الحجر الأسود
فقبله فقال إني أعلم أنك حجر لا تضر ولا تنفع. ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറയുന്നത്, എനിക്കറിയാം നീ വെറും ഒരു കല്ലാണ്, ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യില്ല. നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി ഇമാം ത്വബരിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നമാ ഖാല ദാലിക ഉമർ ലിഅന്ന الناس كانوا حديث عهد بعبادة الأصنام. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാനുള്ള കാരണം, ജനങ്ങൾ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിലേക്ക് തൊട്ട് അടുത്ത് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ മാത്രമാണ്. അതിനു മുമ്പ് മുഴുവൻ അവര് വിഗ്രഹങ്ങൾ ആരാധനകൾ മുഴുകിയ ആളുകളുമായിരുന്നു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. ആ ഒരു ഗണത്തിൽ ഹജറുൽ അസ്വദിനെ അവര് പെടുത്തുന്നതിനെ ഭയപ്പെട്ടു. ഫഖശിയ അൻ യദുന്നൽ ജുഹാൽ അൻ ഇസ്തിലാം അൽ ഹജർ മിൻ ബാബി തഅദീം ബഅദ് അൽ അഹ്ജാർ. ഹജറുൽ അസ്വദിൽ ചുംബിക്കുന്നതും അതുപോലെ തന്നെ അതിലേക്ക് ചൂണ്ടുന്നതും ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കല്ലിനെ അല്ലെങ്കിൽ വിഗ്രഹത്തെ തഅദീം, അതിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണെന്നും അതിൽ നിന്ന് ബർക്കത്തെടുക്കുന്നതിൽ പെട്ടതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഭയന്നാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം. കമാ കാനത്തിൽ അറബ് തഫഅലു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിൽ അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത്. ഫഅറാദ ഉമർ അൻ യുഅല്ലിമ അൻ ഇസ്തിലാമഹു ഇത്തിബാഉ ലിഫഅൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതും അതിലേക്ക് ചൂണ്ടുന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് മാത്രമാണ്. അതല്ലാതെ അതിന് യാതൊരു ബർക്കത്തുമോ അതിന് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ജാഹിലിയത്തിൽ അറബികൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. അവര് ഹജറുൽ അസ്വദിനെ കണ്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? ഈ തരത്തിൽ ഒരു ബർക്കത്തെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. ഇന്നും ആളുകൾ എന്താണ്, മുസ്ലിമീങ്ങളില് പിന്നീട് വന്നിട്ടുള്ള ആളുകൾ അറിവില്ലായ്മയുടെ ആളുകൾ ഇന്നും ആ തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഹജറുൽ അസ്വദിനെ കാണുന്നത്. ഇനി മരിച്ചാൽ പോലും എന്ത് ചെയ്യണം, ഹജറുൽ അസ്വദിനെ എത്ര തിരക്കാണെങ്കിലും ഹജറുൽ അസ്വദിനെ ചുംബിക്കണം എന്നുള്ള വാശി. ശരി, അതുപോലെ തന്നെയാണ് ഷജറത്തു റിദ്വാൻ, ബൈഅത്തു റിദ്വാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ വെച്ചിട്ട് ഒരു മരത്തിന് കീഴിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സഹാബത്തിൽ നിന്ന്, അവിടെ സാക്ഷികളായിട്ടുള്ള സഹാബത്തിൽ നിന്ന് ബൈഅത്ത് വാങ്ങിയിട്ടുണ്ട്. ആ മരം, അതാണ് ബൈഅത്ത് റിദ്വാൻ എന്നറിയപ്പെടുന്നത്. ഖുർആനിൽ അതിനെ സംബന്ധിച്ച് സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ. ആ മരത്തിന് കീഴിൽ നിനക്ക് ബൈഅത്ത് തന്ന സന്ദർഭത്തിൽ ആ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന്. പിന്നീട് ആ മരത്തിന്റെ കീഴിൽ ആളുകൾ പോയി പതിവായി ഇരിക്കാനും അവിടെ വെച്ച് കൂടിയിരിക്കാനും ഒക്കെ തുടങ്ങിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തതാണ്, അത് മുറിച്ചു കളഞ്ഞ സംഭവം ഇമാം ഇബ്നു സഅദ് സഹീഹായ സനദോടുകൂടി നാഫിഇൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന ഉമർ ബലഗഹു അന്ന ഖൗമൻ യഅതൂന ഷജറ, ആ മരത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിവ് ലഭിച്ച ഉടനെ ഫയുസല്ലൂന ഇൻദഹാ ഫതവഅദഹും, മാത്രമല്ല ആ മരത്തിന്റെ അടുത്ത് പോയി നിസ്കരിക്കല്, ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവരെ താക്കീത് ചെയ്തു. ثم امر بقطعها فقطعت, പിന്നീട് ആ മരം മുറിച്ചു കളയാൻ കൽപ്പിച്ചു, അങ്ങനെ മുറിച്ചു കളയുകയും ചെയ്തു. ഈ തരത്തിൽ കല്ല്, മരം, ഇതിൽ നിന്നും തന്നെ എന്താണ്, ബർക്കത്തെടുക്കുക എന്നുള്ള സംഗതി ഷിർക്കിലേക്ക് നയിക്കുന്ന കാര്യമാണെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പോലും ഈ തരത്തില് അല്ലേ, അങ്ങ് മണ്ണാർക്കാട് എത്തുന്നിടത്തിലുണ്ട് ഒരു കല്ല്, ഈ തരത്തിൽ എന്താണ് ഉയർന്നു നിൽക്കുന്ന ഒരു കല്ല്. അതിനെ എന്ത് ചെയ്യാണ് ആളുകൾ അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയും അതുപോലെ പൂജിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ, ഇതൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെയാണ് ഡാനിയേൽ അല്ലെങ്കിൽ ഡാനിയാൽ എന്ന പേരുള്ള നബി. ആ നബിയുടെ കാര്യം സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്യപ്പെടാത്ത രീതിയിൽ എവിടെ ഉണ്ടായിരുന്നു? തുസ്തുർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അത് ഷാമിന്റെ ഒരു ഭാഗങ്ങളിൽ പെടുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് ആളുകൾ മഴക്ക് തേടുന്നതും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അറിവ് ലഭിക്കുകയും അവിടെയുള്ള ഭരണാധികാരിയായിട്ടുള്ള അവിടെയുള്ള ഗവർണറായിട്ടുള്ള അബൂ മൂസൽ അശ്അരിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ കത്തെഴുതുകയാണത്. ഇദാ കാന ബിന്നഹാരി ഫഹ്ഫുർ 13 ഖബ്റൻ. പകൽ സമയത്ത് 13 ഖബർ എന്ത് ചെയ്യണം? കുഴിക്കണം, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ. എന്നിട്ടോ സുമ്മദ്ഫിനുഹു ബില്ലൈലി ഫി വാഹിദി മിൻഹാ. രാത്രി ആരുമില്ലാത്ത സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ഖബറിൽ ആരും അറിയാതെ എന്ത് ചെയ്യണം? മറമാടണം. ഈ തരത്തിൽ മറമാടപ്പെട്ടു. വഉസ്റ ഖബ്റുഹു ലിഅല്ലാ യുഫ്തന ബിഹിന്നാസ്. പിന്നീട് ആ ഖബറിന്റെ സ്ഥാനം പൂർണ്ണമായി മായ്ക്കപ്പെട്ടു, ആരും ആ ഖബറിന്റെ കാര്യത്തിൽ ഫിത്നയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ആർക്കും അറിഞ്ഞൂടാ ദാനിയേൽ സല്ലല്ലാഹു അലൈഹി അല്ലെങ്കിൽ അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയായിരുന്നു എന്ന് പിന്നീട് ആർക്കും തന്നെ അറിയാമായിരുന്നില്ല എന്നാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം സഹീഹായി സ്ഥിരപ്പെട്ടുള്ളതാണ്. ഇതെന്താണ് ചെയ്യാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് ആളുകൾ അതിൽ നിന്ന് അതിന്റെ കാര്യത്തിൽ ഫിത്നയിലാകുന്നത്, കുഴപ്പത്തിലാകുന്നത് ഭയപ്പെട്ടിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ഇതെല്ലാം തൗഹീദിന്റെ അതിർവരമ്പുകൾ, ആ മതിൽക്കെട്ടുകൾക്ക് പോറിലേൽപ്പിക്കുന്നത് കാര്യങ്ങൾ, അതിന്റെ ആദ്യത്തെ സന്ദർഭത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ പെട്ടതാണത്. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ചില യാത്രകളിൽ നമസ്കരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പള്ളി. ആ പള്ളി പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ നമസ്കരിക്കാനുള്ള പറന്ന് നമസ്കരിക്കാനോ നിർബന്ധമായ നമസ്കാരം അത്യാവശ്യമായിട്ട് ആ പള്ളിയിൽ കയറി നമസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ലാതെ, സ്വാഭാവികമായിട്ട് എത്തിയെടുത്ത് നമസ്കരിക്കുക എന്നുള്ളതല്ലാതെ ആ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? സുന്നത്ത് നമസ്കരിക്കുക എന്നൊരു ഏർപ്പാട് ഉടലെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായി അതിനെ വിലക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിഹാദാ ഇന്നഹും ഇത്തഖദു ആസാറ അംബിയാഹി മസാജിദ് മൻ അദ്റകഹു സ്വലാത്ത ലിയുസല്ലി വഇല്ല ഫൽയംദി. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾ പഴച്ചു പോകാനും നശിച്ചു പോകാനുള്ള കാരണം എന്താണ്? ഈ തരത്തിൽ അവരുടെ അമ്പിയാക്കളുടെ ശേഷിപ്പുകൾ അവര് പള്ളികളായി സ്വീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ അവർ നശിച്ചു പോകാനുള്ള കാരണം. നിങ്ങൾ ആർക്കെങ്കിലും നമസ്കാരത്തിന് ആ സ്ഥലം എത്തിയപ്പോഴ് സ്വാഭാവികമായിട്ട് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നമസ്കരിക്കുക, ഇല്ല എങ്കിൽ നേരെ യാത്രയിൽ തുടരുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഷാമില് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്ന വേളയിൽ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആരാണ്? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണെന്ത്? സൈഫുൻ മിൻ സുയൂഫില്ലാഹ് സല്ലഹു അല്ലാഹു അലൽ കുഫാർ. അള്ളാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ് ആര്? ഖാലിദ് ഇബ്നു വലീദ്. അത് കുഫാറുകൾക്ക് മീതെ അള്ളാഹു അഴിച്ചുവിട്ടിരിക്കുന്ന വാളാണത്. ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഷാം കീഴടക്കുന്ന ആ യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു നീക്കം ചെയ്തു. സഹാബത്തിന് എല്ലാവർക്കും വലിയ പ്രയാസമുണ്ടായി. കാരണം ഷാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മുമ്പ് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ തന്നെ അവര് ഏറ്റവും വലിയ
ശക്തിയായിരുന്നു. ഇന്നത്തെ അമേരിക്ക പോലെ അല്ലെങ്കിൽ എന്താ പറയാ റഷ്യയോ ചൈനയോ പോലെ അറിയപ്പെടുന്ന എന്താണ് വലിയ ഒരു എന്താണ് സാമ്രാജ്യമായിരുന്നു അവർക്ക് ആയുധപരമായിട്ടും സൈനികപരമായിട്ടുമെല്ലാം വളരെയധികം ശക്തിയാണ് ഉണ്ടായിരുന്നത്. അവരോട് യുദ്ധം ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് ആയുധപരമായോ അംഗബലമായിട്ടോ ഒരു എന്താണ് കുഫ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു നേരെ ആരുടെ കൊട്ടാരത്തിലേക്ക് പോകാണ്? അവിടെയുള്ള രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് അവരോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്താണ് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ ഒരു മുസ്ലിമീങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി നിറഞ്ഞിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഫത്ഹു ഷാം എന്ന് പറയുന്നത്. അത് കൊടുമ്പിരി കൊള്ളുന്ന ആ നിമിഷത്തിലാണ് ആരെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്നത്? ഖാലിദ് റളിയല്ലാഹു അൻഹു നീക്കം ചെയ്യുന്നത്. അതിൽ ധാരാളം പേർക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇന്നല്ലാഹ യജ്രിൽ ഹഖ് അലാ ലിസാനി ഉമർ, ഉമറിന്റെ നാവിലൂടെ അള്ളാഹു സത്യത്തെ എന്ത് ചെയ്യാണ്? ഒഴുക്കുകയാണ് ചെയ്യുന്നത്, നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. ജനങ്ങള് എല്ലാവരും എന്താണ് ഖാലിദ് ഉണ്ടെങ്കിൽ യുദ്ധം ജയിക്കും. ഖാലിദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്ത യുദ്ധം ഏതൊക്കെയാണ്? ആദ്യം മുഅ്ത യുദ്ധത്തിൽ പങ്കെടുത്തു, യർമൂഖ് യുദ്ധത്തിൽ, എല്ലാ യുദ്ധത്തിലും ഖാലിദ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത എല്ലാ യുദ്ധവും മുസ്ലിമീങ്ങൾക്ക് എന്താണ് വിജയമാണ്. ഈ തരത്തിൽ ഖാലിദ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ടതില്ല, യുദ്ധം ജയിച്ചോളും എന്നുള്ള ഒരു എന്താണ് മാനസികാവസ്ഥ മുസ്ലിമീങ്ങളിലെ കൂടുതൽ ആളുകൾക്ക് വരാൻ തുടങ്ങി. അവരുടെ തവക്കുല് കുറഞ്ഞു പോകുന്ന അവസ്ഥ ആര് ഭയപ്പെട്ടു? ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. അത് കാരണത്താലാണ് ഖാലിദിനെ തൽസ്ഥാനത്ത് നീക്കം ചെയ്തത്. പിന്നീടുള്ള ഖാദിസിയ യുദ്ധം, പേർഷ്യക്കാരുള്ള യുദ്ധം. പേർഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശക്തിയായിരുന്നു സൈനികമായിട്ട് എന്താണ് റസൂലുള്ളാഹിയുടെയും സഹാബത്തിന്റെ കാലത്ത്. അവരോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണത്. ആ യുദ്ധത്തിൽ പോലും ആര് നേതൃസ്ഥാനത്ത് വെച്ചില്ല? ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നേതൃസ്ഥാനത്ത് ഉമർ റളിയല്ലാഹു അൻഹു വെച്ചിട്ടില്ല. അതിന്റെയൊക്കെ കാരണം ജനങ്ങളുടെ ആ ചിന്താഗതി മാറണം. മുസ്ലിമീങ്ങൾ ഏത് യുദ്ധത്തിലും ജയിച്ചത് ഏത് കാരണത്താൽ മാത്രമാണ്? അവരുടെ ഈമാനും അള്ളാഹുവിന്റെ മേലുള്ള ശക്തമായ അവർ തവക്കുലും കാരണത്താലാണ്. അല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കും അവരുടെ ഹൃദയം പോകാൻ പാടില്ല. ബദ്ർ യുദ്ധം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നാൽ പിന്നീട് എന്താണ് ഫത്ഹു മക്കയ്ക്ക് ശേഷം മുസ്ലിമീങ്ങൾ ചെയ്ത യുദ്ധമാണത്. മുസ്ലിമീങ്ങൾ ഹുനൈൻ യുദ്ധം. ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ എന്താണ് വളരെയധികം ഉയരുകയും ശത്രുക്കളുടെ അംഗസംഖ്യയെക്കാളും എന്താണ് ഉയർന്ന തരത്തിലായിരുന്നു ആരുടെ അംഗസംഖ്യ ഉണ്ടായിരുന്നത്? മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ എന്താണ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം എന്താണ്? അവരുടെ അംഗസംഖ്യയിൽ എന്താ ചെയ്തു? തവക്കുലാക്കി. എന്തിൽ തവക്കുൽ പോയി? അള്ളാഹുവിന്റെ മേലുള്ള തവക്കുൽ മാറുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ചാണ് പറയുന്നത്. വയൗമ ഹുനൈനിൻ, ഹുനൈനിന്റെ ദിവസം, ഇദ് അഅജബത്കും കസ്റതുകും, നിങ്ങളുടെ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തി, അത്ഭുതം കുറിച്ചു നിങ്ങളെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വദാഖത് അലൈകുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ, വിശാലമായ ആ ഭൂമി നിങ്ങൾക്ക് പ്രയാസമായി കുടുസായി തീർന്നു, പിന്നീട് നിങ്ങൾ ഭയന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആദ്യം എന്തിൽ ആധിക്യം വന്നു? ആയുധപരമായിട്ടും അംഗസംഖ്യയിലും വലിയ ആധിക്യം ഉണ്ടായിട്ട് പോലും മുസ്ലിമീങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ മുസ്ലിമീങ്ങളുടെ വിജയത്തിനുള്ള ഒരേ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ മാനദണ്ഡം അവരുടെ ഈമാനും അള്ളാഹുവിന്റെ മേലുള്ള തവക്കുലും തന്നെയാണ്. അതല്ലാതെ മറ്റൊരു മാനദണ്ഡമില്ല. ശരി, ആ കാരണത്താലാണോ ഖാലിദ് റളിയല്ലാഹു അൻഹു തൽസ്ഥാനത്ത് നീക്കം ചെയ്തത്? അത് തൗഹീദിന്റെ മതിൽക്കെട്ടുകളെ, അതിന് വരുന്ന പോർലുകളെ എന്താണ് അതിന്റെ ആദ്യ മാത്രയിൽ തന്നെ അതെന്താണ് നേരിടുന്നതിൽ
പെട്ടതാണത്. അതുപോലെ തന്നെയാണ് മറ്റൊരു സംഗതിയാണ് മുആവിയ ഇബ്നു ഖുറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുആവിയ താബിഈയാണ്, ഖുറ സഹാബിയാണ്. ഖുറ ഉമർ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുകയാണ്, ലഖിയ നാസ മിൻ അഹ്ലിൽ യമൻ. യമൻകാരായ ചില ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അവര് യമനിൽ നിന്ന് വരുന്നത് ഹജ്ജിന് വേണ്ടി ഉംറക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഒന്നും കരുതാതെ, ഭക്ഷണം എടുക്കൂല, അതുപോലുള്ള എന്താ പറയാ, മക്കയിൽ കഴിയുന്ന കാലയളവില് വേണ്ട ഭക്ഷണവും മറ്റ് എല്ലാ കാര്യങ്ങളും അതൊന്നും വഹിക്കാതെ വെറും കൈയോടെ ഇവരാണ് ചെയ്യണത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? നഹ്നുൽ മുതവക്കിലൂൻ, ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്? തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്, ബൽ അൻതും മുത്തക്കിലൂൻ, നിങ്ങൾ അള്ളാന്റെ മേൽ തവക്കുലാക്കല്ല ചെയ്തിട്ടുള്ളത്, നിങ്ങൾ മക്കയിലുള്ള ആളുകളുടെ മേൽ എന്ത് ചെയ്യാണ്? അവലംബിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ യുൽഖി ഹബ്ബതൻ ഫിൽ അർദ് വയതവക്കലു അലല്ലാഹ്, ഇന്നമൽ മുതവക്കിൽ മൻ യുൽഖി ഹബ്ബതൻ ഫിൽ അർദ് വയതവക്കലു അലല്ലാഹ്. അള്ളാന്റെ മേൽ തവക്കുലാക്കുന്നത് ആരാണ്? നല്ല കൃഷി ലഭിക്കണമെന്ന് എന്ന കാര്യത്തിൽ അള്ളാന്റെ മേൽ തവക്കുലാക്കുന്നവൻ ആരാണ്? വിത്ത് ഭൂമിയിൽ വിതറുകയും എന്നിട്ട് തവക്കുലാക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ തവക്കിൽ എന്നാണ്. ഇതേ ആശയത്തിലാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. കുറെ ആളുകൾ ഈ തരത്തിൽ യാത്രക്ക് പുറപ്പെടും, അവര് ഞങ്ങൾ തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ അവർ തവക്കുലാക്കുന്നത് കൂടുള്ള ആളുകളുടെ പോക്കറ്റിലാണ് അവർ തവക്കുലാക്കുന്നത്. ഓന്റെ അടുത്ത് പൈസ ഉണ്ട്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ പോയിക്കോളും, നോക്കേണ്ടതില്ല എന്നുള്ള തരത്തിൽ അവരുടെ മേൽ തവക്കുലാക്കിയിട്ടാ പോവുക. അത് ഏറ്റവും വലിയ എന്താണ്? വിശ്വാസപരമായുള്ള അബദ്ധമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അസ്ബാബുകൾ സ്വീകരിക്കണം. മറ്റുള്ള ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം. ഒരു യാത്ര പോകുകയാണെങ്കിലും ഒരുത്ത് കഴിയാണെങ്കിലും ആ തരത്തിലുള്ള അത് തവക്കുലേ അല്ല. ഈ തരത്തിൽ ഷിർക്കിലേക്ക് മാർഗമാകുന്ന ഈ കാര്യത്തെ ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൽപ്പെട്ടത് കാര്യമാണത്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കീഴടക്കിയ രാജ്യങ്ങളിൽ പെട്ടതാണത് ഈജിപ്ത്, അതുപോലെ തന്നെ ലിബിയ, ഇന്നത്തെ ലിബിയൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു പ്രദേശം. അവിടുത്തെ ഗവർണറായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷത്തില് നൈൽ നദി വറ്റിപ്പോയി, വെള്ളം തീർന്നുപോയി നൈൽ നദിയിൽ. നൈൽ നദി ഞാൻ കണ്ടിട്ടുണ്ട്, അത് എല്ലാ സീസണിലും, അത് വേനൽക്കാലാണെങ്കിലും അവിടെ ഏത് കാലമാണെങ്കിലും അത് ഫുള്ളായിരിക്കും. ആ ഒരൊറ്റ എന്താ പറയുക നദിയാണ് സുഡാനിലും അതുപോലെ തന്നെ ഈജിപ്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള എന്താണ് മൺസൂൺ കാലങ്ങളൊന്നും എവിടെയില്ല, ഈജിപ്തിലില്ല. അത് ഈ നൈൽ നദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സഹീഹ് ബുഖാരിയിലുള്ള ഹദീസില്, എന്താണ് പറഞ്ഞത്? നൈലുൻ വഫുറാത്തുൻ മിൻ അൻഹാറിൽ ജന്ന, സ്വർഗത്തിൽ ഉത്ഭവിക്കുന്ന നദികളിൽ പെട്ടതാണ് അതായത് യൂഫ്രട്ടീസും അതുപോലെ തന്നെ നൈൽ നദിയും എന്നുള്ളത്. മാത്രമല്ല നൈൽ നദിയുടെ ഫദായില് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ആ നൈൽ നദി വറ്റിപ്പോയി ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതിനു മുമ്പ് പിന്നെ ഈജിപ്തിലുണ്ടായിരുന്ന ആളുകൾ നൈൽ നദിയിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ മുഴുവൻ ആഭരണങ്ങൾ അണിയിച്ച് വലിയ വില കൂടിയ വസ്ത്രങ്ങൾ അണിയിച്ച് എന്ത് ചെയ്യാണ് അതിലേക്ക് എറിയാണ് ചെയ്യുക, അവള് നൈൽ നദിക്ക് ബലി കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത ആ വർഷത്തില് അങ്ങനെ ചെയ്യുന്നതിനെ എന്ത് ചെയ്തു? വിലക്കി. അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ്. അതെന്താണ്? ഷിർക്കാണല്ലേ. ഒരു എന്താ പറയാ ദിവസം കൽപ്പിച്ച് എന്ത് ചെയ്യാണ്? നേർച്ച കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുക്ക് മാത്രമേ അത് പറ്റുള്ളൂ.